കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളിയിലെ നല്ല സൂപ്പർ ബിരിയാണി കിട്ടുന്നൊരു കടയുണ്ട്. നമ്മുടെ കാലിപ്പുറം ഹോട്ടലിലാണ് നമ്മൾ ഇരിക്കുന്നത്. കണ്ണൻചേട്ടനൊക്കെ ഉണ്ട്. കാരണം നീണ്ട വിശാലമായ ഷോറൂമാണ് ഇവിടെ. പിന്നെ അത്യാവശ്യം നമ്മളെ 2 AC ഉണ്ട്. ഫാമിലിയായിട്ട് വരുന്നൊരു നല്ല സ്പേസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ എന്താ കഴിഞ്ഞാലും ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഞാനൊരു ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ കണ്ണൻചേട്ടൻ 2 പൊറോട്ടയും കാര്യങ്ങളൊക്കെയാണ് ഓർഡർ ചെയ്തേക്കുന്നത്. അപ്പോൾ എന്താ കഴിഞ്ഞാലും സാധനം എല്ലാം കൊണ്ടുവരുന്നത് നിങ്ങൾ നേരിട്ട് ഇവിടെ വരണം. ഡിഫറെൻ്റ് അനുഭവമാണ്. കാര്യം കരുനാഗപ്പള്ളി വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ബിരിയാണിക്ക് വേണ്ടിയിട്ട് മെയിനായിട്ടും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഹോട്ടലാണ് ഈ കാലിപ്പുറം എന്ന് പറയുന്ന ഹോട്ടൽ. അപ്പോൾ എന്തായാലും എൻ്റെ ബോർഡും ഡീറ്റെയിൽ നമ്പറും എല്ലാം ഞാനിവിടെ കൊടുത്തേക്കാം. എന്തായാലും എന്നെ തെറി വിളിക്കരുത്. കാരണം വെച്ചാൽ എൻ്റെ എക്സ്പീരിയൻസിൽ ഏറ്റവും ബെറ്റർ ഫുഡാണ്, ബെറ്റർ ബിരിയാണിയാണ് ഇവിടുത്തെ ചിക്കൻ ബിരിയാണി. ഓക്കെ, പിന്നെ ചിലപ്പം കുക്കർ മാറാം, അത് എന്താണെന്ന് എനിക്കറിയില്ല. കുക്കർ മാറുന്നതിന് മുൻവശമായിട്ട് തന്നെ നിങ്ങൾ വരുമ്പോഴത്തേക്കും കയറിയിട്ട് നിങ്ങൾ ഫുഡ് കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയുക. കണ്ണഞ്ചേരം പൊറോട്ട മേടിച്ചെങ്കിലും നമുക്കൊരു കാര്യം ചെയ്യാം. ടേസ്റ്റിന് വേണ്ടിയിട്ട് പുള്ളിക്കാരനൊരു ശകലം നമുക്ക് കൊടുത്തു നോക്കാം. എന്നിട്ടൊന്ന് പുള്ളിക്കാരൻ കഴിച്ചു നോക്കട്ടെ. കാര്യം ഇങ്ങനല്ലായിരുന്നു സാധനം കേട്ടോ. അതിനൊരു കളറും കാര്യങ്ങളും ചെറിയ അരിയായിരുന്നു. കണ്ണൻ ചേട്ടാ എങ്ങനെയുണ്ട്? ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കി. അടിപൊളി. ഞാൻ വളരെ ചുരുക്കമായിട്ട് ബിരിയാണി കഴിക്കാറുണ്ട്. പക്ഷേ നല്ല ടേസ്റ്റുള്ള ബിരിയാണി കേട്ടോ. നല്ല നല്ല സ്മെല്ലും ഉണ്ട് കേട്ടോ. കാര്യം അതിന് ഇതിനകത്ത് ബിരിയാണി കൈത, അതായത് രമ്പെന്ന് പറഞ്ഞിട്ട് സാധനങ്ങളുണ്ട്. കെമിക്കൽസ് അല്ല, ഒറിജിനൽ ജൈവ ബിരിയാണി കൈത രമ്പ എന്ന് പറഞ്ഞത്. അതാണ് ഇതിനകത്ത് ചേർത്തേക്കുന്നതെന്ന് പ്രത്യേകം മനസ്സിലാക്കും. അതിൻ്റെ സ്മെല്ലുണ്ട്. എന്തായാലും ജസ്റ്റ് ഒന്ന് കഴിക്കാൻ പോവുക, എന്നിട്ട് ഞാൻ പറയാം. എനിക്ക് ഉറപ്പാണ് ഇവിടുത്തെ സംഗതി സെറ്റപ്പാണെന്ന്. പക്ഷേ എന്താണെന്ന് അറിയാൻ പറ്റത്തില്ല. അപ്ഡേഷൻ വല്ലതും വന്നിട്ടുണ്ടെങ്കിലോ പാചകക്കാർ വല്ലതും മാറിയിട്ടുണ്ടെങ്കിൽ പണിയാവും. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കട്ടെ. കുഴപ്പമില്ല, സൂപ്പർ സാധനമാണ്. മറ്റ് പണ്ടത്തെ കൂട്ട് തന്നെ സംഗതിയുണ്ട്, കുഴപ്പമൊന്നുമില്ല. അടിപൊളി ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ വരിക, നിങ്ങൾ വന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കൂടെ പറയാം. അപ്പം കൊല്ലം ജില്ലയിൽ കഴിഞ്ഞിട്ട് കരുനാഗപ്പള്ളി വരുന്ന സമയത്ത് നിങ്ങൾ ഈ ഹോട്ടൽ ഓർമ്മ വെച്ചേക്കുക. അപ്പം കംപ്ലീറ്റ് ആക്കി കിട്ടും സാധനമായിരുന്നു. അങ്ങനെയുണ്ട് കണ്ണാ ചേട്ടാ? ബീഫായതുകൊണ്ട് പതുക്കെ ചാക്കി കേട്ടോ. അപ്പോൾ ഓക്കെ, എന്തായാലും ബില്ലും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഇവിടുന്ന് ഇറങ്ങാൻ സമയമായി. ഓക്കെ, അപ്പോൾ എന്തായാലും ടിഷ്യൂ പേപ്പറും ഒക്കെ ആയിട്ട് ബില്ല് കൊണ്ട് വെച്ചിട്ടുണ്ട്. എത്രയാണെന്ന് നോക്കാം. പ്രത്യേകം 300 രൂപയാണ്. അതായത് 120 രൂപ കണ്ടാണെന്ന് തോന്നുന്നു. ബിരിയാണി ചിക്കൻ ബിരിയാണി 1 150 രൂപയാണ്. ബീഫ് കറിക്ക് 110 രൂപ. പൊറോട്ട 10 രൂപ.
10 രൂപ വെച്ച്. ബീഫ് കറി ആവശ്യത്തിൽ അപ്പം അങ്ങനെ ഒരു ബൗളാണ്. 300 രൂപയാണ് ബില്ല്. ഭക്ഷണം തരുന്നതിന് കൊണ്ടുവന്ന് തന്നതിൻ്റെ പേരിൽ ചെറിയൊരു ടിപ്പ് നമ്മൾ എന്തെങ്കിലും മനസ്സുള്ളവർ കൊടുക്കുക. നമ്മൾ പുള്ളിക്കാരന്മാർ വന്ന് മേടിച്ചോളും. ഓക്കെ.